നമസ്കാരം. കൈയടക്കി വെച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ താക്കീത് കിട്ടിയിട്ടുണ്ട്. കാശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവർത്തിച്ചു. പാകിസ്ഥാന് അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം ആഗോളതലത്തിൽ നൽകുകയാണ് ഇന്ത്യ. സ്വന്തം ഭൂമി തിരിച്ചുപിടിക്കാൻ ഏതറ്റം വരെയും ഭാവിയിൽ പോകുമെന്ന സൂചന തന്നെയാണ് ഈ പ്രതികരണത്തിലൂടെ UN-ൽ ഇന്ത്യ നൽകുന്നത്. കർശനമായ നടപടികൾക്ക് മോദി സർക്കാർ തയ്യാറെടുക്കുന്നുവെന്നതിന്റെ സൂചന തന്നെയാണ് ഇത്. UN സുരക്ഷാ സമിതിയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ തുടരെയുള്ള ശ്രമങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഹരീഷ്. ഈ മാസം ആദ്യം UN-ൽ നടന്ന അനൗപചാരിക സമ്മേളനത്തിൽ പാക് മുൻ വിദേശകാര്യ സെക്രട്ടറി തെഹ്മീന ജൻജുവ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ചിരുന്നു. കൂടാതെ സമാധാന പരിപാലനത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ കാശ്മീരിന് വേണ്ടി ഒരു ജനഹിത പരിശോധന നടത്തണമെന്നും സുരക്ഷാ സമിതിയോട് UN-ലെ പാക് മുൻ പ്രതിനിധി സയ്യിദ് താരിഖ് ഫാത്തേമിയും ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് UN-ൽ ഇന്ത്യ നിലപാട് ആവർത്തിച്ചത്. കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് അവരുടെ നിയമവിരുദ്ധ അവകാശങ്ങളെ സാധൂകരിക്കുകയോ അവർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായാണ് കൈവശപ്പെടുത്തിയത്. അവിടെ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം. 1948 ഏപ്രിൽ 21 സുരക്ഷാ സമിതി അംഗീകരിച്ച പ്രമേയം അനുസരിച്ച് പട്ടാളത്തെയും നുഴഞ്ഞുകയറ്റക്കാരെയും കാശ്മീരിൽ നിന്ന് പിൻവലിക്കണമെന്നും ഹരീഷ് വ്യക്തമാക്കി. ജമ്മു കാശ്മീർ അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഭിന്നിപ്പിക്കൽ അജണ്ടയുമായി എത്തുന്നതിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുനിൽക്കണം. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാക് അധീന കാശ്മീർ വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രവചിച്ചത്. ഇന്ത്യയിൽ ചേരുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ മുൻകൈയെടുക്കണമെന്നും അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉറച്ച നിലപാടിലാണ്. ഇതിനിടെയാണ് UN-ൽ ഇന്ത്യയുടെ വിശദീകരണവും എത്തുന്നത്. ശക്തമായ നടപടികൾ ഇന്ത്യ എടുക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചന. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസഡറായും സ്ഥിരം പ്രതിനിധിയായും തെലങ്കാന സ്വദേശി പർവതതേനി ഹരീഷിനെ അതായത് പി ഹരീഷിനെ നിയമിച്ചത് ഓഗസ്റ്റിലാണ്. അതിനുശേഷം പാകിസ്ഥാൻ വിഷയത്തെ അതിസമർത്ഥമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. 1990 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ ഹരീഷ് നേരത്തെ ജർമ്മനിയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്നു. രുചിര കാംബോജ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. വിദേശകാര്യ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ഹരീഷ് G20, G7, ബ്രിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ഷെർപ്പയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നീക്കങ്ങളെ ആക്രമിച്ച് തകർക്കൽ എന്ന നയതന്ത്ര നിലപാട് തന്നെ ഇനിയും ഹരീഷ് തുടരും. ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന റെയ്സീന ഡയലോഗിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ കാശ്മീർ വിഷയത്തിൽ ലോകരാജ്യങ്ങളെ പരിഹസിച്ചിരുന്നു. മ്യാൻമാറിലെ പട്ടാള ഭരണം വലിയ പ്രശ്നമാണ്. പക്ഷേ അതിലും കുഴപ്പം പിടിച്ച രാജ്യം അതായത് പാകിസ്ഥാൻ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. അതിൽ അവർക്ക് കുഴപ്പമില്ല. പാശ്ചാത്യ നിലപാടുകളെ വിമർശിക്കുകയായിരുന്നു ജയശങ്കർ. അതിനു മുൻപ് ലണ്ടനിൽ നടന്ന ഒരു യോഗത്തിൽ കാശ്മീരിനെ കുറിച്ച് ദുഷ്ടലാക്കോടെ ചോദ്യം ഉന്നയിച്ച ജയശങ്കർ പറഞ്ഞതും ലോകശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയും ഉറപ്പാക്കൽ, സമാധാനപരമായ തിരഞ്ഞെടുപ്പ് നടത്തൽ എന്നിവ പരിഹരിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കാശ്മീർ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് കാത്തിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പു തരുന്നു എന്നായിരുന്നു മറുപടി. നന്ദി.